എന്തു പറയുന്നു? ഇപ്പൊ എംപിയുടെ അടുത്തേക്ക് വന്നു, നിങ്ങൾ നേരത്തെ അറിയിച്ചതാണ് ഇങ്ങനെ ഉണ്ടാവും വരും എന്നുള്ളതൊക്കെ, പക്ഷെ നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ സാധിച്ചില്ല അല്ലെ? അതിന്റെ ഒരു വിഷമമുണ്ടോ? കാണാൻ സാധിച്ചില്ലെങ്കിലും വിഷമമുണ്ട് കാണാൻ സാധിക്കാത്തത്. കാരണം നേരത്തെ അറിയിച്ചിരുന്നതാണല്ലോ വരുമെന്ന്. അപ്പൊ കാണാൻ സാധിക്കാത്തതിൽ വിഷമമുണ്ട്. പക്ഷെ ഞങ്ങളുടെ MP ഞങ്ങളോട് വന്ന് പറഞ്ഞേക്കുന്നത് മുനമ്പം ജനതയുടെ കൂടെ നിൽക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ആ വാക്ക് ഇനി പ്രവൃത്തിയിലോട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത്. പാർലമെന്റിൽ വഖഫ് നിയമ ഭേദഗതി വരുമ്പോൾ ആ പറഞ്ഞ വാക്ക് തന്റെ പ്രവൃത്തിയിലൂടെ MP തെളിയിക്കണം. കാരണം അതല്ലെന്നുണ്ടെങ്കിൽ, കാരണം ഇതിക്ക് മുമ്പ് നടന്ന പാർലമെന്റ് സമ്മേളനത്തിലൊക്കെ പ്രതിപക്ഷം പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. പക്ഷെ ഈ പാർലമെന്റ് സമ്മേളനത്തിൽ വഖഫ് നിയമ ഭേദഗതി എടുക്കുമ്പോൾ MP തന്നെ അറിയാം, MP തന്നെ പറയാറുണ്ട്, MP വൈഫ് അഡ്വക്കേറ്റ് ആണെന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ നിയമ ഭേദഗതിയിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങൾ മുനമ്പം ജനതയെ ഒത്തിരി സഹായിക്കുമെന്ന് MP മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ പേരിൽ MP ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്രാവശ്യം അത് വോട്ട് ചെയ്യുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും കടലിന്റെ മക്കൾ കടലിലേക്ക് എന്നുള്ളൊരു സമരമായിരിക്കും. പാർലമെന്റിൽ പ്രതിപക്ഷം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ കടലിന്റെ മക്കൾ കടലിൽ തന്നെ ആയിരിക്കും, പിന്നെ തിരിച്ചു കയറുന്ന പ്രശ്നമില്ല. നിലവില് രാജ്യസഭയിൽ എടുത്തിട്ടുണ്ട് ഈ നിയമം വഖഫ് ഭേദഗതി, പക്ഷെ അപ്പോഴെല്ലാം കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ പ്രതിപക്ഷം വളരെ ശക്തമായ എതിർപ്പുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ചർച്ചയിലാണ് ഇപ്പോഴും. പാർലമെന്റ് ഈ പറഞ്ഞ പോലെ രാജ്യസഭ പാസ്സാക്കിയിട്ടില്ല, ഇനി ലോക്സഭ പാസ്സാക്കാനിരിക്കുന്നു. അതിനുശേഷമൊക്കെയാണ് നിയമം വരുള്ളൂ. എത്രത്തോളം വിശ്വാസമുണ്ട് നിങ്ങൾക്ക് ഈ പാർലമെന്റ് ഇതേക്കുറിച്ചുള്ള ചർച്ചയിൽ? പാർലമെന്റിൽ ഞങ്ങൾ 100% ഇപ്പോൾ വിശ്വസിക്കുകയാണ്. ഈ വഖഫ് നിയമ ഭേദഗതി ബില്ല് പാസ്സാകുമെന്ന് മുനമ്പം ജനത പ്രതീക്ഷിക്കുകയാണ്. കാരണം ഇത് മുനമ്പത്തിന് വേണ്ടി ഉള്ള സമരം മാത്രമല്ല, ഞങ്ങൾ പറയാറുണ്ട്, ഇത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയുള്ള സമരം കൂടിയാണ്. അപ്പോൾ ഈ പാർലമെന്റ് സമ്മേളനത്തെ വളരെ ആകാംക്ഷയോടെ നോക്കിക്കാണുകയാണ് മുനമ്പം ജനത. അദ്ദേഹം നിങ്ങൾക്കെതിരെ, നിങ്ങളുടെ MP, നിങ്ങൾ ജയിപ്പിച്ചു വിട്ട MP ആണ്, നിങ്ങളെ കൂടുതൽ അറിയുന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ 2500 പേര് ഒപ്പിട്ട ഈ ഭീമ ഹർജിയുമായി അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് വരേണ്ടതില്ല, അദ്ദേഹം നിങ്ങളുടെ അടുത്തേക്ക് വരേണ്ടതൊക്കെയാണ്. പക്ഷെ ഇങ്ങനെ വന്നതിന് പിന്നിൽ അദ്ദേഹം നിങ്ങൾക്കെതിരായിട്ട് ഒരു പക്ഷേ നിൽക്കാം എന്നുള്ളൊരു ചിന്ത എങ്ങാനും നിങ്ങൾക്ക് തോന്നിയോ? തീർച്ചയായിട്ടും പ്രതിപക്ഷം എന്ന് പറയുന്നതിൽ MP ഉണ്ടല്ലോ. അപ്പോൾ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ പ്രതിപക്ഷം എതിര് നിന്നിരുന്നു. അപ്പോൾ ഇപ്രാവശ്യവും അങ്ങനെ സംഭവിക്കാം. അപ്പോൾ ഞങ്ങളുടെ MP-യെ ഒന്ന് ഓർമ്മിപ്പിക്കാനാണ്. കാരണം ഞങ്ങളുടെ MP ഞങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണം. ഞങ്ങളോട് പറഞ്ഞു മുനമ്പം ജനതയോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ പ്രവൃത്തിയിലൂടെ കാണിക്കണം. അതാണ് ഞങ്ങൾ ഇവിടെ വന്നതിന്റെ വലിയ ഉദ്ദേശം. എത്രത്തോളം പേര് നിങ്ങളിവിടെ എത്തിയായിരുന്നു? ഞങ്ങൾ ഏകദേശം 250 പേരോളം എത്തിയിട്ടുണ്ട്. ഈ MP-യോട് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങൾ വഖഫ് നിയമ ഭേദഗതി ബില്ല് വരുമ്പോൾ അത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് വോട്ട് ചെയ്യുക, ഇതാണ് ഞങ്ങൾ മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം. ഓക്കെ, എന്തായാലും താങ്ക് യു പ്രതികരിച്ചതിന്.